നമസ്കാരം. ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വളഞ്ഞിട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന സ്ഥാപനവും. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഈ കോടതിയിലെ അംഗങ്ങളല്ല, അതായത് ഈ സംഘടനയിൽ അംഗങ്ങളല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്നിട്ടും പല ഘട്ടങ്ങളിലും അവർ നെതന്യാഹുവിനെതിരെ ശക്തമായ തോതിലുള്ള നീക്കങ്ങൾ നടത്തുകയും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തത് അന്ന് വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ അറസ്റ്റ് വാറണ്ടുകളൊന്നും തന്നെ വകവയ്ക്കാതെയാണ് നെതന്യാഹു ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇവരുടെ അറസ്റ്റ് വാറണ്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തുമ്പോൾ ന്യൂയോർക്ക് മേയർ മംദാനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് നിരന്തരമായി ഭീഷണി മുഴക്കിയിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം മംദാനിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു, ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് തനിക്കൊരിക്കലും ന്യൂയോർക്ക് നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അംഗരാജ്യങ്ങളിൽ എത്തിയാൽ മാത്രമേ, അതായത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അംഗരാജ്യങ്ങളിൽ എത്തിയാൽ മാത്രമേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അമേരിക്കയും ഇസ്രായേലും ഒന്നും തന്നെ ഇതിൽ പെടുന്നില്ല. അതുകൊണ്ട് തനിക്ക് ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ആദ്യം വീരവാദം മുഴക്കിയ മംദാനി പിന്നീട് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. ഇതിനേക്കാളൊക്കെ ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് മറ്റൊരു കാര്യമാണ്. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടറാണ് കരീം ഖാൻ. നെതന്യാഹുവിനെതിരായ എല്ലാ നീക്കങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഈ വ്യക്തിയാണ്. ഇയാൾക്ക് എങ്ങനെയെങ്കിലും നെതന്യാഹുവിനെ പിടിച്ചകത്തിടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളെയും സ്വാധീനിക്കാനും പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെല്ലാം തന്നെ ഈ കരീം ഖാനാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഏതായാലും ഈ കരീം ഖാൻ ഇപ്പോൾ വല്ലാതെ വെട്ടിലായിരിക്കുകയാണ്. ഇയാളെ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇയാളുടെ പേരിൽ ഉയർന്ന ലൈംഗിക അപവാദങ്ങളാണ്. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ കൗൺസിലിൽ 125 അംഗരാജ്യങ്ങളാണുള്ളത്. ഇതിൽ 82 അംഗങ്ങളും ഇയാളെ പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ജൂണിൽ, അതായത് കഴിഞ്ഞ മാസമാണ് ഇയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം, ഇതിൻ്റെ തെളിവുകളും മറ്റെല്ലാ പ്രധാനപ്പെട്ട രേഖകളും ഹാജരാക്കിയതിന് ശേഷം, അവയെല്ലാം വിശകലനം ചെയ്തതിന് തുടർന്നാണ് ഇയാളെ പുറത്താക്കാൻ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇയാളുടെ സഹപ്രവർത്തകയായിരുന്ന സ്ത്രീകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ കൊളംബിയ സന്ദർശിച്ച വേളയിൽ ഒപ്പമുണ്ടായിരുന്ന, ഇപ്പോൾ സാറ എന്ന് പേരിട്ടിരിക്കുന്ന, ശരിക്കും അവരുടെ പേര് അതല്ല, പീഡനക്കേസിൽ ഉൾപ്പെടുന്ന വാദികളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലാത്തതുകൊണ്ട് തൽക്കാലം സാറ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഈ സ്ത്രീയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. നാട്ടിൽ മടങ്ങിയതിന് ശേഷം ഇവർ ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും ഈ പരാതിയെ ഒതുക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ, കേസിനെ ഒതുക്കാനൊക്കെ ഇയാൾ വലിയ തോതിലുള്ള ശ്രമം നടത്തിയിരുന്നു. കൂടാതെ മറ്റ് 2 വനിതാ ജീവനക്കാരോടും ഇയാൾ ഇതേമാതിരി തന്നെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നവരും പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഇയാളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ അന്വേഷിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തീരുമാനിച്ചത്. നമ്മളിവിടെ ഒരു കാര്യം ഓർക്കുക, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര്. അതായത് കുറ്റവാളികളെ പിടികൂടാനുള്ള, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളെ പിടികൂടി ശിക്ഷിക്കാനുള്ള ഒരു കോടതിയാണ് ഇതെന്നാണ് വെപ്പ്. അതിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടറാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സ്ത്രീ പീഡനം നടത്തിയത് എന്നുള്ളത് ഇതിലെ അംഗരാഷ്ട്രങ്ങളെയൊക്കെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ആദ്യമൊക്കെ തന്നെ ഇയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, താൻ നിരപരാധിയാണ് എന്നും പല രാജ്യങ്ങളും ചേർന്ന് തന്നെ ഒതുക്കാൻ നോക്കുന്നുവെന്നും, ഒരുപക്ഷെ ഇസ്രായേലിനെ തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്, അവരെല്ലാം കൂടെ ചേർന്ന് തൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് ഇതെന്നും താൻ ഈ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് ഇയാൾ പറഞ്ഞ് ഒഴിയാൻ നോക്കിയത്. എങ്കിലും കൃത്യമായ തെളിവുകളുടെയും സാക്ഷികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയ നിമിഷമാണ്. കാരണം നെതന്യാഹുവിനെ എന്ത് വില കൊടുത്തും അറസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ചീഫ് പ്രോസിക്യൂട്ടറായിരുന്ന കരീം ഖാൻ. അയാളുടെ എല്ലാ പദ്ധതികൾക്കുമേറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ വേണം ഈ ഒരു നീക്കത്തെ കാണാൻ. അടുത്ത ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കാനിരിക്കുന്ന വേളയിലാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മംദാനി നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ തന്നെ അറസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചതൊക്കെ തന്നെ പാഴ്വാക്കുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ ഇടയ്ക്ക് സംഭവിച്ചുവെങ്കിലും ഇപ്പോൾ അവർ വീണ്ടും രമ്യതയിലാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുക എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നെതന്യാഹുവിനെ പൂട്ടാൻ നടന്ന ഈ ഒരു പ്രോസിക്യൂട്ടർ പെണ്ണ് കേസിൽപ്പെട്ട് പുറത്തേക്കുള്ള വഴിയിലെത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
അവർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു കാര്യങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം അവർ അംഗരാജ്യം പോലുമല്ല. എങ്കിൽ പോലും തങ്ങൾക്കെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനകളും ഇറാനെ പോലെ രാജ്യങ്ങളും പോലെ തന്നെയായിരുന്നു ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും നെതന്യാഹുവിനെ പിറകെ നടന്ന് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചത്. ഏതായാലും അതിനൊക്കെ നേതൃത്വം നൽകിയ ഒരാൾ, എൻ്റെ ചീഫ് പ്രോസിക്യൂട്ടർ തന്നെ ഇപ്പോൾ സ്ത്രീ പീഡന കേസിൽപ്പെട്ട് ആ പദവിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി തന്നെ മാറും എന്നുള്ള കാര്യവും ഉറപ്പാണ്.